പറയുന്നതിനെ പറ്റി. ഓള് പൊളിയാണ്, ഓള് മുത്താണ്, ഓള് വന്നിട്ടുണ്ടെങ്കിൽ ആ സൂപ്പറാക്കും കളറാക്കും. അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ ഞാൻ ചോദിച്ചു. അപ്പൊ എന്റെ ചിഹ്നം എന്ന് പറയുന്നത് അരിവാൾ ചുറ്റി നക്ഷത്രമാണ്. അപ്പൊ ഇന്ത്യ മാത്രമല്ല ഇവിടെ ബ്ലോക്കിൽ നിന്ന് മത്സരിക്കുന്ന നമ്മളെ സുന്ദരി നെറ്റി ചൊടിക എന്ന് നമ്മളെ സുന്ദരി ചേച്ചിയുടെ, അതുപോലെ ഇവിടെ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന നമ്മളെ ജിജിന ചേച്ചി, അതുപോലെ എന്റെ, ഞങ്ങൾ 3 പേരുടെയും ചിഹ്നം എന്ന് പറയുന്നത് അരിവാൾ ചുറ്റി നക്ഷത്രമാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെയാണ് അരിവാൾ ചുറ്റി നക്ഷത്രത്തില് ചിഹ്നത്തിൽ കുത്തി ഞങ്ങളെ 3 ആളെയും ജയിപ്പിക്കുക കേട്ടോ. ജയിപ്പിച്ചാൽ ഞങ്ങൾ ഒപ്പം ഉണ്ടാവും. ഒപ്പം എന്ന് പറഞ്ഞാൽ ഒപ്പം. അപ്പൊ ഇനിയിപ്പോ ഞാൻ നമ്മളെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കുറച്ച് അവസ്ഥ പറയട്ടെ. നമ്മളെ മലപ്പുറം ഇപ്പത്തെ നമ്മളെ ഇടവണ്ണ ഡിവിഷന്റെ നിലവിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മൂപ്പരെ പേരെങ്കിലും? അദ്ദേഹത്തിന്റെ പേര് ഇസ്മായിൽ മൂത്തേടത്തുള്ള ചെങ്ങായിയാണ്. നമ്മളൊന്നും മൂപ്പര് ഓർക്കുണ്ടാവില്ല. ഓർക്കപ്പെടാനായിട്ട് അദ്ദേഹം ഒരു വികസന പദ്ധതിയും നമ്മൾ ഈ ഇടവണ്ണ ഡിവിഷനിൽ നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മൂപ്പരെ ഓർക്കാത്തത്. നമ്മളെ ജനാധിപത്യം നമ്മൾ കേട്ടിട്ടില്ലേ? ജനാധിപത്യം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. പക്ഷെ നമ്മളെ ജയിപ്പിച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ പോലെ തന്നെ ജയിപ്പിച്ച് നമ്മൾ വരുന്നത്? എത്ര കൊല്ലായത്? ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ച വർഷം തൊട്ട് ഇന്ന് വരെ ഒരു മാറ്റം അവിടെ ഉണ്ടായിട്ടില്ല. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഒരു കോട്ട ഇന്ന് വരെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ മത്സരിക്കുന്നുണ്ടെന്ന് എടുത്തു പറയട്ടെ, മുസ്ലിം ലീഗിൽപ്പെട്ട എന്റെ കുറച്ച് സുഹൃത്തുക്കൾ അറിയുകയും എന്നെ വിളിക്കുകയും ചെയ്തു. എന്തിനാ അവളെ ഈ അതിൽ നിൽക്കാൻ പോയത്? എന്തായാലും 8 വരെ പൊട്ടിയിട്ട് വേണം എന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് ഞങ്ങൾക്ക് പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടിക്കാൻ എന്റെ വീട്ടിൽ ഏപ്രിൽ 14 വിഷു. ഞങ്ങൾ ഈ മാസത്തേക്ക് മാറ്റിയിട്ടില്ല. ഒരു വിചാരിച്ചിട്ട് ഈ മാസം വന്നിട്ട് ഒരു വിചാരിച്ചിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പൊളിക്കാൻ പറ്റാത്ത മുസ്ലിം ലീഗിന്റെ ഒരു പുസ്തകം, ഒരു കോട്ട. പക്ഷെ പൊളിക്കാൻ പറ്റാത്ത ഒരു കോട്ട ഇന്ന് വരെ എവിടെയും നിലനിന്നിട്ടില്ല. നമ്മളൊന്ന് ഒത്തി പിടിച്ചാൽ പൊളിക്കാൻ പറ്റുന്നുള്ളൂ. ആ കോട്ടയ്ക്ക് ഒന്ന് ഒത്തി പിടിച്ചാൽ മതി. അപ്പൊ നിങ്ങളെല്ലാരും ഉത്സാഹിച്ച് ഞങ്ങൾ 3 പേരൊന്നും ജയിപ്പിച്ചാൽ ഒപ്പം ഉണ്ടാവും. ഇത്രേ പറയാറിയോ?